നിലവിൽ തന്നെ നമുക്കറിയാം ഈ കേസ് ഇപ്പോൾ തന്നെ SITയുടെ മുൻപിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ എത്രയോ ദിവസമായി വാസു ഉൾപ്പെടെയുള്ള ആളുകൾ റിമാൻഡിൽ കഴിയുകയാണ്, പത്മകുമാർ കഴിയുന്നു. അപ്പോൾ ED കൂടി ഈ സംഭവത്തിൽ കേസെടുക്കുകയാണെങ്കിൽ ഈ പ്രതി ചേർക്കപ്പെട്ടവരുടെയൊക്കെ ഭാവി എന്താകും? ഇനി ഒളിവിലിരിക്കുന്ന ഈ വൻ തോക്കുകളുടെ ഭാവി എന്താകും? അനന്തൻ, പ്രജീഷ്, നമുക്കിപ്പോൾ ഒരു സാധാരണ ലോജിക്ക് വെച്ച് തന്നെ ചിന്തിച്ചാൽ പത്മകുമാറിനെ പോലെ, വാസുവിനെ പോലെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ള അവരുടെ ഭാഗമായ നേതാക്കന്മാരെ അവരുടെ തന്നെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വെറുതെ പിടിച്ച് ജയിലിൽ ഇത്ര ദിവസം ഇടാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ അത്രയും ശക്തമായ തെളിവുകൾ അവർക്കെതിരെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. നേരത്തെ ഈ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലെല്ലാം നമുക്ക് ലഭിച്ച വിവരങ്ങൾ വെച്ച് നമുക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റുകയും അടുത്ത അറസ്റ്റ് ആരാണെന്നോ അല്ലെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ആരാണെന്നോ ഒക്കെയുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. ഈ ഘട്ടത്തിൽ പക്ഷേ അങ്ങനെയില്ല. പക്ഷേ നോക്കൂ, ഈ ഹൈക്കോടതിയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ വായിച്ചെടുക്കാം. ഒന്ന്, വൻ തോക്കുകളുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ശബരിമലയിലെ സ്വർണം കൊണ്ടുപോകണമെങ്കിൽ അത് അന്നത്തെ ഗ്രാമിന് 3000 രൂപയ്ക്ക് വിൽക്കാനല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വലിയ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള ഒരു എൻ പോയിന്റ് അവിടെയുണ്ട്. ആ എൻ പോയിന്റിലേക്കുള്ള വഴിയുടെ പകുതി ദൂരം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദൂരം അത് ശക്തിമത്തായ കോട്ടകൾ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? ഉണ്ടെന്നാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ ശുഭാപ്തി വിശ്വാസം. അയ്യപ്പ ഭഗവാന്റെ ചൈതന്യമുള്ള ആ സ്വർണ്ണ ഉരുപ്പടികൾ തിരിച്ച് സന്നിധാനത്ത് അതേപോലെ തന്നെ എത്തിക്കാൻ കഴിയും. ഇപ്പോഴും നമുക്ക് കോടതിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച്, അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണം SIT നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ എടുത്തുന്ന ഒരു അനുമാനമുണ്ട്. അത് ഉരുക്കിയിട്ടില്ല, അത് ഇപ്പോഴും ആരുടെയോ പക്കലുണ്ട് എന്നുള്ളതാണ്. അത് അതേപടി കൊണ്ടുവരാനാണ് കോടതി ഇപ്പോൾ വീണ്ടും 1.25 മാസം അനുവദിച്ചിരിക്കുന്നതെന്നാണ്. മാത്രമല്ല, ഇതിൽ കോടതി എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വൻ തോക്കുകളിലേക്കുള്ള പ്രയാണം ഇനി തുടങ്ങേണ്ടത് ശബരിമലയിലെ തോക്കുകളിൽ നിന്നാണ്. നിലവിൽ അങ്ങനെ തടസ്സമില്ല എന്നുള്ളതല്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കോടതി മുഴുവൻ, അതായത് ഇനി ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കലി സമ്മർദ്ദങ്ങൾ വരുമോ? നമുക്ക് ഇനി കാണാം. ഇനി സമ്മർദ്ദം വരുമോ എന്നൊക്കെ ഉള്ളത് ഇനിയുള്ള ഘട്ടത്തിലാണ് കാണേണ്ടത്. പക്ഷേ സമ്മർദ്ദത്തെ അതിജീവിച്ച് പത്മകുമാറിൽ വരെ എത്തിയെങ്കിൽ ഇനിയുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ കെൽപ്പുണ്ടോ SITക്ക്? കോടതി അതിനുള്ള അനുമതി കൊടുക്കുമോ എന്നൊക്കെയാണ് ഇനിയുള്ള കാഴ്ച അറിയാനുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി തീർത്തും രഹസ്യ സ്വഭാവത്തോടെ ആയിരിക്കണം ഇനിയുള്ള അന്വേഷണം പോകും എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ എൻ പോയിന്റിലെത്തുമ്പോൾ തീർച്ചയായിട്ടും SITയുടെ ഇതുവരെയുള്ള അന്വേഷണം വിലയിരുത്തുമ്പോൾ ഉറപ്പായിട്ടും ആ വൻ തോക്കുകളെ തന്നെ കണ്ടെത്തി അതിലെ വെടിയുണ്ടകൾ മാറ്റി അത് തോക്കഴിച്ച് പറക്കി അതിന്റെ മുഴുവൻ നിർവീര്യമാക്കി അതിനെ കേരള സമൂഹത്തിന്റെ മുന്നിൽ, അയ്യപ്പ ഭക്തരുടെ മുന്നിൽ കൊണ്ട് നിർത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായും അപ്പോൾ ഈ ഒളിച്ചിരിക്കുന്ന വമ്പന്മാർ, എന്തായാലും ഒളിവിൽ കഴിയുന്ന വൻ തോക്കുകൾ, അവരിലേക്ക് ഈ അന്വേഷണം പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനെന്തായാലും കോടതിയുടെ ആ ഇടപെടൽ എന്തായാലും അതിന് കൂടുതൽ കരുത്ത് പകരട്ടെ. അങ്ങനെ പവർഫുള്ളായി ഈ അന്വേഷണം പോകും എന്ന് നമുക്ക് വിശ്വസിക്കാം.